ഇന്ന് ഇതാപ്പം നല്ല അടിപൊളി കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഈച്ചയാണ്. ഇത് നല്ല ചുമന്ന കളറുള്ള കണ്ടാ 240 രൂപയെങ്ങാണ്ട് തന്നെ പപ്പ മേടിച്ചുകൊണ്ട് വന്നാണ്. അപ്പം ഇതൊന്ന് ഞാൻ വൃത്തിയാക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ തല എങ്ങനെ കളയത്തില്ല കേട്ടോ. പക്ഷെ ഞാനേ ചെയ്യുമ്പോഴത്തേക്കും തല പോകാറുണ്ട്. ഈ വാലിൻ്റെ ഇവിടെ വെച്ചിട്ട് ഞാൻ വീടേക്കകത്ത് കണ്ടത് ആ വാലിൻ്റെ ഇവിടെ ഞെക്കി കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഇത് പോരും എന്നുള്ളത്. പിന്നെ ഇവിടെ ചിലപ്പോൾ ഇതിൻ്റെ തോട് കളയാറില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ കൈയും കാലും കട്ട് ചെയ്തെടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ടേ ഇതിൻ്റെ ഒരു മിനിറ്റ് കത്രിക ഒന്ന് എടുത്തോട്ടെ. ഇത് കണ്ട ഇതുപോലെ തോട് മാത്രം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു അറ്റത്തെ ആ ഭാഗമില്ലേ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? പിന്നെ വേണ്ട ഇവിടുത്തെ ഭാഗം ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് പാത്രത്തിലാക്കി വെച്ച് പിന്നെ ഇതെല്ലാം കഴുകി ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യം നോക്കാവേ. ഞാൻ അതിൽ നിന്ന് കുറച്ച് എനിക്ക് ഇച്ചിരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി അപ്പുറത്തോട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇനി മുളക് പൊടി ചേർക്കാം. എനിക്കിതൊന്നും നേരത്തെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നേ പിന്നെ ഞാനിത് കഴിക്കുന്നത് ആദ്യമായിട്ട്. ഇതിന് മുന്നേ ഞാനങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലങ്ങനെ മേടിച്ചിട്ടൊന്നുമില്ലായിരുന്നു ഞണ്ടും കൊഞ്ചൊന്നും. ഇവിടെ വന്നേ പിന്നെ അത് മേടിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത്. ക്ലീൻ ചെയ്യാനൊക്കെ പഠിച്ചതും ഞാനിവിടെ വന്നേ പിന്നെ. മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നമുക്ക് വേറൊരു സാധനം ചേർക്കണം. എല്ലാവരും ചേർക്കുമെന്ന് അറിയത്തില്ല, ഞാൻ ചേർക്കുന്നുണ്ട് ചിക്കൻ മസാല. ചിക്കൻ മസാല ചേർക്കാം. ഇനി ഒരു സാധനം ചേർക്കാണ്ടേ കാണിച്ചു തരാം. കണ്ടോ, ഇത് വിനാഗിരിയാണേ. ഒരു കുറച്ച് ചേർക്കാം, ഒരുപാടൊന്നും വേണ്ട. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും മതി കേട്ടോ. നാരങ്ങാനീര് നല്ലതാണ്. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പം അടച്ചു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ എനിക്ക് പെട്ടെന്ന് പുകയും, എന്നാലും ഇത് മിക്സ് ചെയ്തിട്ട് കാണാവേ. അപ്പോൾ ഞാൻ അതെല്ലാം പെരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. എന്നിട്ട് പൊരിക്കുന്ന പിന്നെ കാണിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. അപ്പോൾ ഞാൻ എണ്ണയ്ക്ക് ഒഴിച്ചിട്ട് അത് വറക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എണ്ണ കുറച്ച് കൂടിപ്പോയോന്ന് ഡൗട്ടുണ്ട്. സാരമില്ല. കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നെയ്യിൽ വറക്കാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ വറുത്ത് കോരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കഴിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ മത്തി വറുത്ത്, പിന്നെ മുളക് ചമ്മന്തി, കൊഞ്ച് വറുത്ത്. പക്ഷേ ഗൈസ്, നമ്മുടെ കൊഞ്ച് വറുത്ത് ചീറ്റിപ്പോയി ഗൈസ്. ഉപ്പ് കൂടിപ്പോയി. കഴിക്കട്ടെ. ബൈ.